ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് എന്തായാലും ഒരു വീഡിയോ കാണാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഒന്നും കൂടെ നമുക്കതൊന്ന് കാണാം, എന്നിട്ട് നമുക്കതിനെപ്പറ്റി സംസാരിക്കാം. വയസ്സായ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കുഞ്ഞിൻ്റെ രണ്ടാനച്ഛൻ അഷ്കർ അമ്മ അഖില എന്നിവരുമായി പോലീസ് തെളിവെടുപ്പിനെത്തിയത്. പക്ഷേ അവിടെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമുണ്ടായി. കാണുന്ന ദൃശ്യങ്ങൾ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപുള്ളതാണ്. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ നാട്ടുകാർ ഈ പ്രതികളെ മർദ്ദിക്കാൻ ശ്രമിച്ചു. പോലീസിനും തിരിച്ച് കയ്യോങ്ങേണ്ട സാഹചര്യം അവിടെ ഉണ്ടായി. അത്രയധികം അമർഷം നാട്ടുകാർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നതാണ്. എങ്ങനെയാണല്ലേ നാട്ടുകാർക്ക് അമർഷം ഉണ്ടാവാതിരിക്കുക? ഈ ന്യൂസ് കണ്ട ഓരോരുത്തരും, നമ്മളിൽ ഓരോരുത്തർക്കും അവനെ ഒന്ന് കൈ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. അവനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാനുള്ള ഒരാഗ്രഹം ഓരോരുത്തർക്കും വന്നിട്ടുണ്ടാവും. കാരണം അത്ര ദുഷ്ടനായ ഒരു ക്രൂരനായൊരു കൊലയാളിയിലും ഉണ്ടാവും ഒരു ചെറിയൊരു കാരുണ്യം കുട്ടികളോട്. കുട്ടികളെ കൊന്നവരുണ്ടാവാം, പക്ഷെ മൃഗീയമായി കൊല്ലുന്ന ഒരു ആള്. ഇങ്ങനെ അത് നോക്കി നിൽക്കുന്ന ഒരു അമ്മ എന്ന ആ വൃത്തികെട്ട സ്ത്രീയെ വിളിക്കാൻ പറ്റില്ല. നമുക്കൊരു സംസ്കാരം ഉള്ളത് കൊണ്ടും നമുക്ക് സഭ്യമായ ഭാഷ ഉപയോഗിക്കേണ്ടതുള്ളത് കൊണ്ടും തരം താന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ആ വാക്കുകൾക്കെല്ലാം ആ സ്ത്രീ അർഹയാണ് എന്ന് മാത്രം ഞാനിവിടെ കുറിക്കുന്നു. കാരണം ഞാൻ ഈ ന്യൂസ് ഈ കണ്ടിട്ടും ഞാനൊരു വീഡിയോ ചെയ്യാതിരുന്നത് അതുകൊണ്ടാണ്. നമ്മൾ നിയന്ത്രണം വിട്ട് നാളെ ജീവിക്കാൻ അവകാശമുള്ള നാളെയുടെ വാഗ്ദാനങ്ങളാണ് കുട്ടികൾ. അവരെ ഇങ്ങനെ മൃഗീയമായി കൊല്ലാനോ കൊല്ലാക്കൊല ചെയ്യാനോ ഒന്നും ആർക്കും അധികാരമില്ല, അവകാശമില്ല. നിങ്ങൾക്ക് സുഖിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടികളെ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുക, ഒരു പ്രശ്നവുമില്ല. രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ആളുകളും സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. പാറമടയിലെറിഞ്ഞു, കിണറ്റി തള്ളിയിട്ടും ഒക്കെ കൊല്ലുന്നത് എന്തിനാണ്? വേറൊരു ആളെ കൂടെ ജീവിക്കാൻ, അല്ലെങ്കിൽ വേറൊരു കാമുകൻ്റെ കൂടെയൊക്കെ ഒളിച്ചോടാനും അവരുടെ കൂടെ ജീവിക്കാനും ഒക്കെ ബാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കുട്ടികളെയൊക്കെ കൊന്നുകളയുന്നത്. പിടിക്കപ്പെടുമെന്നുള്ളത് വേറെ വിഷയം. പക്ഷെ ഇനി പിടിക്കപ്പെടാതെ ജീവിച്ചാലും ഇവർ ആരെക്കൂടെയാണ് ജീവിക്കാൻ പോകുന്നത്? ഇവരുടെ ലൈഫ് സക്സസ് ആവുന്നുണ്ട്. ഇങ്ങനെയുള്ള ജീവിതത്തിലേക്ക് വരുന്നവർ കൊടും കുറ്റവാളികളാണ്, ക്രിമിനൽസുകളായിരിക്കും ഇങ്ങനെയുള്ളവരെ തേടി വരിക. കാരണം നമുക്ക് ഈ കൊച്ചിനെ ഇത്ര മൃഗീയമായി കൊന്ന അത് അതിശയോക്തിയില്ല. കാരണം ഇങ്ങനെ മൃഗീയമായി മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്നത് ഒരു ഹോബിയാക്കിയ ആളാണ് ഇയാൾക്ക് നല്ലൊരു ഭാര്യ, 18 വയസ്സിൽ വിവാഹം കഴിച്ചു കൊടുത്ത ഒരു ഉമ്മയും ബാപ്പയും പൊന്നുപോലെ വളർത്തിയ ആ പെണ്ണിനെ, ആ ഒരു പാവം പിടിച്ച ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വിവാഹ സ്വപ്നങ്ങളുമായി അയാളുടെ ജീവിതത്തിലേക്ക് ചെന്നെത്തിയ ആ പെൺകുട്ടിയെ പരമാവധി ഉപദ്രവിച്ച് പ്രണയവിവാഹം ആയിരുന്നു എന്നാണ് നമ്മളൊക്കെ അറിയാൻ കഴിഞ്ഞത്. പ്രണയവിവാഹം ആയിരുന്നു, വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി. എന്നിട്ട് വീട്ടിൽ ചെന്ന് ഒരു നല്ല ജീവിതം ജീവിക്കുന്നതിന് പകരം ഇട്ട് നരകിപ്പിച്ച് അയാളുടെ കുടുംബവും ഉണ്ടെന്നാണ് നമുക്ക് ന്യൂസിലൂടെയൊക്കെ അറിയാൻ കഴിഞ്ഞത്. എന്നിട്ട് കൊല്ലാക്കൊല ചെയ്ത് ആ കുട്ടിയെ നമ്മൾ ഈ വീഡിയോ കാണുന്ന അവസ്ഥയിലേക്ക് മാറ്റി. ഇത്ര നല്ല ആരോഗ്യവതിയായ സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു. ആ കുട്ടിയെ ഈ നിലയിലേക്ക് മാറ്റിയിട്ട് ആ കുട്ടിയെ നമ്മൾ എന്താ പറയുക, നമ്മൾ കാണുമ്പോൾ പോലും നമുക്കത് മനസ്സിലാവും. ആ കുട്ടി പറയുന്നുണ്ട്, അവ്യക്തമായി പറയുന്നുണ്ട് അയാൾ എന്നെ ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ കാണാം. ഉപദ്രവിക്കുമായിരുന്നു. ഒന്ന് പേരും കൊണ്ട് പിടിച്ചിടിച്ചല്ലേ? എന്നെ അടിക്കും, വെള്ളത്തെ പിടിച്ച് മക്കി. പൊന്നുപോലെ വളർത്തിയ ഒരു പെണ്ണിനെ കൊല്ലാക്കൊല ചെയ്ത് ആ കുട്ടിയെ കോമാ സ്റ്റേജിലാക്കി. എങ്ങനെയാണ് ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ മനസ്സിലാവും. എങ്ങനെ ഇരുന്ന കുട്ടിയാണ് അതിങ്ങനെ ആക്കിയത് പിന്നിൽ ഇയാൾ ഉപദ്രവത്തിലൂടെയാണ്. അങ്ങനെ അവിടെ നിന്ന് ആ ഉപദ്രവമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ അഖില എന്ന് പറയുന്ന ക്രിമിനലിൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മനസ്സുള്ളവർ, നിങ്ങൾ എന്താണ് പറയുക, ജനലിൽ കൂടെ വലിച്ചെറിയാൻ തോന്നുന്നവർ, അതുപോലെ തന്നെ പാറയിലേക്ക് വലിച്ചെറിയാൻ, പാറമടലേക്ക് വലിച്ചെറിയാൻ അങ്ങനെയൊക്കെ തോന്നുന്നവർ നിങ്ങൾ ഉപദ്രവിച്ച് കൊന്നുകളയല്ലേ കുട്ടിനെ? ആ കുട്ടികൾക്കും വേദനിക്കും. ആ കുട്ടികളും ജീവിക്കാൻ അവകാശപ്പെട്ടവരാണ്, ഭൂമിയിലേക്ക് വന്നവരാണ്. ആ കുട്ടികളെ ആർക്കെങ്കിലും കൊടുക്കൂ. പിന്നെ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോവാതിരിക്കുക. കുട്ടികളുണ്ടാവുമെന്ന് അറിയാലോ, ഇതൊന്നും പഠിപ്പിച്ചൊന്നും തരണ്ടല്ലോ ആരും. അങ്ങനെയൊന്നും അറിയില്ലേ? ഇനി നിങ്ങൾ എന്തെങ്കിലും
ഒരു ക്ലാസ്സിന് പോകും. അല്ലാതെ എന്താ നിങ്ങൾ ചെയ്യണത്? നാടിന് നാണക്കേടും ശാപവുമായിട്ട് എന്തിനിങ്ങനത്തെ ജന്മങ്ങൾ? ആ കുട്ടി വേദനയെ അറിയാത്ത ലോകത്തേക്ക് പോയി. വേദനിച്ച് വേദന അറിയാത്ത ലോകത്തേക്ക് പോയി. ആ കുട്ടിക്ക് നമുക്ക് എല്ലാവിധ പ്രാർത്ഥനകളും നൽകുന്നതോടൊപ്പം ഈ കുട്ടിയെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ച് മരിപ്പിച്ച കളഞ്ഞ ക്രൂര കാട്ടാള പൈശാചികമായ ശിക്ഷ തന്നെ കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് കരുതിയതല്ല. കാരണം എന്ത് പറയാനാണ്, കഴിഞ്ഞു പോയി എല്ലാവരും. ആ കുട്ടി അനുഭവിച്ച വേദനകളും എല്ലാം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഈ ന്യൂസുകൾ കാണാമെന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാനോ പറയാനോ ഒന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളൊരു ചാനൽ നടത്തുന്ന ആളാണ് അല്ലേ? നമുക്കുമുണ്ട് പറയാൻ. ഈ ലോകത്തോട് നമുക്ക് പറയാനുണ്ട്. നമ്മുടെ ഉള്ളിലെ രോഷം നമുക്ക് പങ്കുവെക്കാനൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. തക്കതായ ശിക്ഷ കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ ഇനിയൊരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മുടെ ഉള്ളിലെ രോഷം. ഓരോരുത്തരുടെയും രോഷം നമ്മൾ നമുക്കിപ്പോൾ ഇതാണ് മാധ്യമം നമ്മളുടെ. നമുക്ക് ഇങ്ങനത്തെ ചാനലിലൂടെയൊക്കെയാണ്, അല്ലാണ്ട് നമുക്കൊരു മാധ്യമങ്ങളില്ല. നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെ മാക്സിമം നമ്മൾ പറയുക, എതിർത്തുകൊണ്ടേയിരിക്കുക. അതേ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.